നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനേക ജന്മ സംപ്രാപ്ത കർമ്മേന്ധന വിദാഹിനി ആത്മജ്ഞാനാഗ്നിദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സാഖ്യ യോഗത്തിൻ്റെ അധ്യായം 2 25 ശ്ലോകം വരെ ഞാൻ ശ്രദ്ധിച്ചു. തുടർന്ന് വരുന്ന കുറച്ച് ശ്ലോകങ്ങളിൽ ജീവാത്മാവിൻ്റെ സവിശേഷതകളും ഗുണഗണങ്ങളെപ്പറ്റിയുമാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം പറഞ്ഞു നിർത്തിയത് ആ ജീവാത്മാവ് വികാരങ്ങൾ ഏശാത്തവനാണെന്നും നീ ആത്മാവിനെ അങ്ങനെ അറിഞ്ഞാൽ നിനക്ക് മരണത്തിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല എന്നും അർജുനനോട് ഭഗവാൻ പറയുന്ന ഭാഗത്താണ് നാം ശ്രദ്ധിച്ച് നിർത്തിയത്. ഇവിടെ സർവഗത എന്ന് 24-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്ന ജീവാത്മാവിൻ്റെ ഗുണഗണങ്ങളാണ്. ശരീരം മാറി മറ്റൊന്ന് സ്വീകരിക്കുന്നുവെന്ന വിവരണങ്ങളും മറ്റും പരിശോധിക്കുമ്പോൾ ജീവാത്മാവ് സർവ്വവ്യാപിയാകുന്നുവെന്ന വ്യാഖ്യാനത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നു. ദഹരാകാശത്തിൽ സ്ഥിരനും അചഞ്ചലനുമായി നിന്നുകൊണ്ട് ശരീരത്തിൻ്റെ സർവ്വ അംഗങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ജീവാത്മാവാണെന്നാണ് ഇവിടെ സർവഗത എന്ന ശബ്ദത്തിനർത്ഥം. അല്ലാതെ പരമാത്മാവിൻ്റെ വ്യാപകത്വമല്ല ഇവിടെ പ്രസക്തം. സാഖ്യദർശനത്തിൽ കപിലമുനി വളരെ മനോഹരമായത് വർണ്ണിക്കുന്നതെന്ന് നാം പല ശ്ലോകങ്ങളായിട്ട് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വേദ ഉപനിഷദ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. മുണ്ടകോപനിഷത്തിൽ, അഥർവവേദത്തിൽ, ഇവിടെയെല്ലാം ജീവാത്മാവ് നിത്യമാണെന്നും ആ കാഴ്ചപ്പാട് ഊട്ടിയുറപ്പിക്കുന്നതാണ് നാം കാണുന്നത്, സാധൂകരിക്കുന്നതാണ്. അങ്ങനെയുള്ള ശ്രുതിവചനങ്ങളാണ് മുണ്ടകോപനിഷത്തിലും അഥർവവേദത്തിലുമെല്ലാം തന്നെ ഉള്ളത്. അണുരൂപത്തിലാണ് ജീവാത്മാവെങ്കിൽ ശരീരത്തിലാകമാനം അതെങ്ങനെ വ്യാപിച്ചിരിക്കുന്നുവെന്ന് ചോദിച്ചേക്കാം. അതിനുള്ള മറുപടിയും കപിലമുനി പറയുന്നുണ്ട്. സാഖ്യദർശനത്തിൻ്റെ 1-ാം അധ്യായം 65-ാം ശ്ലോകത്തിൽ കറക്റ്റ് ആയാലും സാഖ്യദർശനത്തിൽ പറയുന്നുണ്ട്, വ്യാപ്തിയിൽ വ്യാപകൻ്റെ ജ്ഞാനമുണ്ടാകുന്നു. അതിനെ തന്നെയാണ് അനുമാനമെന്ന് പറയുന്നത്. പുക കണ്ട് അഗ്നി ഉണ്ടെന്ന് പറയുന്നത് പോലെ ശരീരയാദികളിലെ ചലനം ദർശിച്ച് അതിന് ഹേതുവായ ആത്മാവ് അണുരൂപത്തിൽ പുകയ്ക്കിടയിൽ അഗ്നി ഒരിടത്ത് ഇരിക്കുന്നത് പോലെ എന്ന ഉപമയാണ് കപിലമുനിയുടെ സിദ്ധാന്തത്തിൽ ഒളിച്ചിരിക്കുന്നത്. ആചാര്യൻ തന്നെ ഇക്കാര്യത്തെ കൂടുതൽ ശക്തിയോടെ അവതരിപ്പിക്കുന്നുണ്ട്. ജഡവ്യാവൃത്തോ ജഡം പ്രകാശയതി ചിദ്രൂപ. സാഖ്യദർശനം 6-ാം അധ്യായത്തിൽ 50-ാം ശ്ലോകത്തിൽ 50-ാം ശ്ലോകത്തിലാണെന്ന് തോന്നുന്നു. സാഖ്യദർശനത്തിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ജഡമായ ശരീരത്തെ ചേതനമായ ആത്മാവ് ചൈതന്യമുള്ളതാക്കി തീർക്കുന്നു. ശിരസിൻ്റെ അതേ ചേതനത്വം ശരീരത്തിൻ്റെ സർവ്വദേശങ്ങളിലും ഒരുപോലെ പ്രകാശിക്കുന്നു. ദഹരാകാശത്തിലിരിക്കുന്ന ജീവൻ ശരീരത്തെ ആകെ പ്രകാശിപ്പിക്കുന്നുവെന്ന് ഉപനിഷത്തുകളും പ്രമാണം നൽകുന്നുണ്ട്. ഇത്രയുമൊക്കെ പറയുമ്പോൾ ജീവാത്മാവിൻ്റെ വാസസ്ഥാനത്തെക്കുറിച്ച് കൂടിയാണ് നാം മനസ്സിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചന്ദനത്തൈലം ദേഹത്തിൽ ഒരിടത്ത് പുരട്ടിയാൽ ദേഹത്തെ ഒന്നാകെ ആഹ്ലാദപൂരിതമാക്കുന്നത് പോലെയാണ് ഒരിടത്ത് പ്രകാശിക്കുന്ന ജീവാത്മാവ് സമസ്ത ദേഹത്തിലും പ്രകാശിതനായി സർവകാര്യങ്ങളും സഞ്ചാലനം ചെയ്യിക്കുന്നത്. എന്നാൽ ശരീരത്തിൽ പുരട്ടുന്ന ചന്ദനം എന്നിവ ദൃഷ്ടമായതാണ്. അദൃഷ്ടമായ ആത്മാവ് പോലുള്ള ഒന്നിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്ന ചോദ്യമെങ്കിൽ അതും ശരിയല്ല. കാരണം
ശാസ്ത്രങ്ങളിൽ ആത്മാവ് ഹൃദയത്തിൽ പ്രവേശിച്ചു എന്നത് സ്വീകാര്യമാണെന്ന് വ്യാസൻ അടുത്ത സൂത്രത്തിൽ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവസ്ഥിതി വൈശേഷ്യാദിതി ചേന്നാഭിപ്രഗമാത് ഹൃദി. വേദവ്യാസൻ്റെ വേദാന്ത ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നതാണത്. അണുരൂപിയായ ജീവൻ അതിൻ്റെ വ്യാപകത്വത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ വ്യാസൻ വീണ്ടും വേദാന്ത ദർശനത്തിൽ തന്നെ നിരവധി ശ്രുതികൾ പറയുന്നുണ്ട്. രാജാവ് ഒരിടത്തിരുന്ന് രാജ്യം മുഴുവൻ ഭരിക്കുന്നത് പോലെ ജീവാത്മാവ് ഒരിടത്തിരുന്ന് ജ്ഞാനാദി ഗുണങ്ങളാൽ സമസ്ത ശരീരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞത് ജീവാത്മാവിൻ്റെ ആ സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അർജുനനെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം കാണാൻ ഇടയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭ സുദിനം.